ഹായ് ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ സാധാരണ അങ്ങനെ ഫേസ് കാണിച്ചിട്ട് കുക്കിംഗ് വീഡിയോ ഇടാറില്ല. ഇന്ന് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഇടിയപ്പം വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു പായസം ഉണ്ടാക്കാം എന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചുവട് കട്ടിയുള്ളൊരു പാത്രമാണ്. ഞാനിവിടെ ചെറിയൊരു ഉരുളിപ്പാത്രമാണ് എടുത്തേക്കുന്നത്. പിന്നീട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മിൽമയുടെ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചെറുതാക്കി വെച്ചിരിക്കുന്ന ഇടിയപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ തേങ്ങയൊക്കെ കിടപ്പുണ്ട് ഇടിയപ്പത്തിൽ ചേർത്ത്, അതൊന്നും കുഴപ്പമില്ല. പായസത്തിൽ തേങ്ങ കയറുന്നതെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇടിയപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത ഇടിയപ്പം ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഇളക്കി കൊടുക്കുക. കാരണം ഇതിനകത്ത് ചെറിയൊരു ജലാംശം കാണും. അത് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അങ്ങനെ ഗോൾഡൻ കളറാവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ശർക്കര ഞാനിവിടെ അരിച്ചാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ കല്ല് കാണും. അതുകൊണ്ട് നിങ്ങൾ ശർക്കര ഉരുക്കിയെടുത്തിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലാദ്യം ശർക്കര ചേർക്കാൻ കാരണം ഇടിയപ്പം നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ആദ്യം പാല് ചേർത്തിട്ട് അരിച്ചെങ്കിൽ തിളയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇത് കലങ്ങി ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ശർക്കരയിലാണ് കിടക്കുന്നതെങ്കിൽ, ശർക്കര ആദ്യം ഒഴിക്കുന്നെങ്കിൽ ഇത് തിളച്ച് വരുമ്പം ഈ ശർക്കര ഇതിനകത്ത് പിടിച്ചിട്ട് ഇത് കട്ടിയാവും. അതുകൊണ്ടാണ് ആദ്യം ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ചെറുതായിട്ടൊന്ന് കുറുകിയ പരുവത്തിലാക്കി എടുക്കണം ശർക്കര. അതുവരെ നമുക്ക് തിളപ്പിക്കാം. ഇനി ഒരു ചെറിയ പാത്രത്തിൽ നമുക്ക് ഏലക്ക ചൂടാക്കി എടുക്കാം. ഏലക്ക ചൂടാക്കിയതിന് ശേഷം പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഏലക്ക ചൂടാക്കി അതേ പാത്രത്തിൽ തന്നെ അല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഇവിടെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മുന്തിരിങ്ങ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഏലക്ക ചൂടാക്കി വെച്ച് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് കോരി. ഈ സമയം കൊണ്ട് നമ്മുടെ ശർക്കരയിൽ കിടന്ന് ഇടിയപ്പം ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതെ. അങ്ങനെ അടുക്കി പിടിക്കാതെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏലക്ക പൊടിച്ചെടുക്കാം. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് ഏലക്ക പൊടിച്ച് എടുത്തേക്കുന്നത്. പിന്നീട് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് പൊടിച്ച് വെച്ചിരുന്ന ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. കട്ട കെട്ടാതെ നോക്കുക. ഏലക്കപ്പൊടി നല്ല രീതിയിൽ ഇളക്കില്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. പിന്നീട് നമുക്കിതിലേക്ക് ബാക്കി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയായി വരും. നെയ്യും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഏകദേശം ഇവിടെ റെഡിയായി കിട്ടും. അപ്പം നമ്മുടെ പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ശബ്ദം ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളാണ്. അന്നേരം പള്ളിയിലെ പ്രാർത്ഥനയായി കേൾക്കുന്നത്. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു വൈകിട്ട് സമയത്ത്, ഒരു 6 മണി സമയത്ത് പായസം കണ്ട് നമ്മളിവിടെ കാണാൻ പറ്റുന്നുണ്ടോ?
കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ വീഡിയോസൊക്കെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങളുടെ സൗകര്യം പോലെ പോയി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഞാൻ ഫേസ് കാണിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഈ കുക്കിംഗ് വീഡിയോ അങ്ങനെ ഇടാറില്ല. ഇങ്ങനെ ഇനി മുതൽ വീഡിയോ ഇടണോ അല്ലെങ്കിൽ ഫേസ് കാണിക്കാതെ പഴയതുപോലെ തന്നെ ഇട്ടാൽ മതിയോ എന്നൊക്കെ നിങ്ങൾ പറയുക. ഓക്കെ, ബൈ ബൈ.